സഫന്യാവ് അധ്യായം 1. ഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് ഹിസ്കിയാവിന്റെ മകനായ അമര്യാവിന്റെ മകനായ ഗെദല്യാവിന്റെ മകനായ കൂശിയുടെ മകനായ സഫന്യാവിനോടായ ഹോടള്ളപ്പാട്. ഞാൻ ഭൂതലത്തിൽ നിന്ന് സകലത്തെയും സംഹരിച്ചു കളയുമെന്ന ഹോടള്ളപ്പാട്. ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും സംഹരിക്കും. ഞാൻ ആകാശത്തിലെ പർവ്വജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ദുഷ്ടന്മാരോടുകൂടെ ഇറച്ചികളെയും സംഹരിക്കും. ഞാൻ ഭൂതലത്തിൽ നിന്ന് മനുഷ്യനെ ഛേദിച്ചു കളയുന്ന ഹോടള്ളപ്പാട്. ഞാൻ യഹൂദയുടെ മേലും യെരൂശലേമിലെ സകല നിവാസികളുടെ മേലും കൈനീട്ടും. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ബാലിന്റെ ശിശുവിനെയും പുരോഹിതന്മാരോടുകൂടെ പൂജാരികളുടെ പേരിനെയും മേൽപ്പുരകളിൽ ആകാശത്തിലെ സൈന്യത്തെ നമസ്കരിക്കുന്നവരെയും യഹോവയെ ചൊല്ലിയും മൽക്കാമിനെ ചൊല്ലിയും സത്യം ചെയ്ത് നമസ്കരിക്കുന്നവരെയും യഹോവയെ വിട്ടു പിന്മാറിയവരെയും യഹോവയെ അന്വേഷിക്കുകയോ അവനെ കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവരെയും ഛേദിച്ചു കളയും. യഹോവയെ കർത്താവിന്റെ സന്ധിയിൽ മിണ്ടാതിരിക്കുക. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശദീകരിച്ചുമിരിക്കുന്നു. എന്നാൽ യഹോവയുടെ യാഗസദ്യയുള്ള ദിവസത്തിൽ ഞാൻ പ്രഭുക്കന്മാരെയും രാജകുമാരന്മാരെയും അന്യദേശ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഏവരെയും സന്ദർശിക്കും. അന്നാളിൽ ഞാൻ ഉമ്മരപ്പടി ചാടിക്കിടക്കുന്ന ഏവരെയും സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാനന്മാരുടെ വീടുകളെ നിറയ്ക്കുന്നവരെയും സന്ദർശിക്കും. എന്നാൽ മത്സ്യഗോപുരത്തിൽ നിന്ന് ഉറക്കെയുള്ള ഒരു നിലവിളിയും രണ്ടാമത്തെ നഗരാംശത്തിൽ നിന്ന് ഒരു മുറവിളിയും കുന്നുകളിൽ നിന്നൊരു ധരധര നാദവും ഉണ്ടാകുമെന്ന ഹോടള്ളപ്പാട്. മക്തേസ് നിവാസികളെ മുറിയിടുകൻ. വ്യാപാരി ജനമൊക്കെ നശിച്ചു പോയല്ലോ. സകല ദ്രവ്യവാഹകന്മാരും ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആ കാലത്ത് ഞാൻ യെരൂശലേമിനെ വിളിക്കർപ്പിച്ച് ശോധന അഴിക്കുകയും മട്ടിന്മേൽ ഉറച്ചു കടന്ന് യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. അങ്ങനെ അവർ സമ്പത്ത് കവർച്ചയും അവർ വീടുകൾ ശൂന്യവുമായി തീരും. അവർ വീട് പണിയും പാർക്കിയില്ലതാനും അവർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും വീഞ്ഞു കുടിക്കില്ലതാനും യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. അതടുത്ത് അത്യന്തം ബന്ധപ്പെട്ട് വരുന്നു. കേട്ടോ യഹോവയുടെ ദിവസം. വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവും ഉള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം, ഉറപ്പുള്ള വർണ്ണങ്ങൾക്കും ഉയരമുള്ള പത്രങ്ങൾക്കും വിരോധമായി കാഹളനാദവും മാരകവുമുള്ള ദിവസം തന്നെ. മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടിപോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചെയ്യും. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയില്ല. സർവ്വഭൂമിയും അവന്റെ തീക്ഷ്ണാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം വരുത്തും.